എപ്പഡെമിക് ഫാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ ഫാറ്റസിനെ അറിയപ്പെടുന്ന പേരാണ് എപ്പഡെഫിക്കൽ ഫാറ്റസ് എന്ന് പറയുന്നത്. അടുത്തത് സാലിനേഷൻ ഓഫ് സോയിൽ കോസ്ഡ് ബൈ ദി എക്സസീവ് ഇറിഗേഷൻ. സാലിനേഷൻ ഓഫ് സോയിൽ എന്തിന് കാരണമാക്കുന്നു? അധിക ജലസേചനത്തിന് കാരണമാകുന്നു. എക്സസീവ് ഇറിഗേഷന് കാരണമാകുന്നു സാലിനേഷൻ ഓഫ് സോയിൽ. അടുത്തതാണ് ഫ്ലോയിങ്. ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റോറിങ് ഫെർട്ടിലിറ്റി സോയിൽ. സോയിൽ തൻ്റെ ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. വീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലാണ്. വീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലാണ്. ഇൻറ്റൻസീവ് സസ്റ്റെയിനിങ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന കൃഷിയെ പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് സസ്റ്റെയിനർ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഉപജീവനത്തിനായിട്ട് നമ്മളൊരു ചെറിയ ഭൂമി മേടിക്കുകയും അതിൽ കൃഷി ചെയ്യുന്നതിനാണ് ഇൻറ്റൻസീവ് സസ്റ്റെയിനർ ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇടവേള കൃഷി എന്നാണ്. സോയിൽ കൺവേർഷൻ, സോയിലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രോ, വ്യത്യസ്ത തരത്തിലുള്ള ക്രോപ്പുകൾ ഇടപെട്ട് നടത്തുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ദി സോയിൽ ഫ്രം എ റെയിൻ വാഷിംഗ്. ഈ മഴ നല്ല ശക്തമായ മഴ പെയ്തിട്ട് മണ്ണിൻ്റെ ഫെർട്ടിലൈസർ ഒക്കെ കഴുകിക്കളയും. അത് തടയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൃഷിയാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്ഥലത്ത് തന്നെ രണ്ടോ അതിലധികമോ ക്രോപ്പുകൾ വിളവെടുക്കുന്നതിനാണ് മിക്സഡ് എന്ന് പറയുന്നത്. മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 100-ൽ കൂടുതൽ മഴയും കിട്ടണം. എന്തിന്? റൈസിൽ ഭാവിക്കണമെങ്കിൽ. റൈസ് ഏത് കാലഘട്ടത്തിലാണ്? ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ വിതച്ച് ഹാർവെസ്റ്റ് ചെയ്ത സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ വിളവെടുക്കും. അതേപോലെ തന്നെ കോട്ടനും അങ്ങനെ തന്നെ. കോട്ടനെ പറ്റിയ സോയിൽ ഏതാണ്? അലുവിയൽ സോയിലാണ്. ഇനി റൈസ് ചീഫ് ക്രോപ്പ് ഓഫ് ശ്രീലങ്കയുടെ ചീഫ് ക്രോപ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. സ്പീസസ് സെർമെൻസ് ഒക്കെ എവിടെ നിന്ന്? അതിൻ്റെ ഒരു ജന്മസ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ശ്രീലങ്കയാണ്. ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ടഡ് പ്രോഗ്രാം. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ട് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഹാപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഹണി കൾച്ചറിനെയാണ് ഹാപ്പി കൾച്ചർ എന്ന് പറയുന്നത്. HYVS of the wheat first introduced by Mexico. HYVS wheat ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഈ HYVS എന്ന് പറഞ്ഞത്. ഇനി പ്ലസ്റ്റർ ലാൻഡ് എന്ന് പറഞ്ഞാൽ സൂട്ടബിൾ ഫോർ എ കൾട്ടിവേഷൻ ബട്ട് നോട്ട് എ കൾട്ടിവേറ്റഡ് റെഗുലർ ഇയർ. പ്ലസ്റ്റർ ലാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിന് സൂട്ടബിൾ ആണ്, പക്ഷെ എല്ലാ കൊല്ലവും നമുക്ക് അതിൽ കൃഷി ചെയ്യാറില്ല. അടുത്തതാണ് വിച്വൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ്. മുന്തിരി കൃഷിയെ പറയുന്ന പേരാണ് വിച്വൽ ഗ്രേപ്പ് എന്ന് പറയുന്നത്.